നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞാൻ ഉണർന്നു വന്നത് കേട്ടോ. ഒന്ന് എൻ്റെ മോൻ്റെ പിറന്നാൾ, രണ്ട് അമ്മയും അച്ഛനൊക്കെ വീട്ടിലുള്ളതിൻ്റെ സന്തോഷം. നമ്മുടെ ആൾക്കാരിലേക്ക് ഒന്നും കൂടി ഒന്ന് ജീവൻ വെച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു തട്ടിലും മുട്ടിലൊക്കെ ഇത്തിരി എക്സ്ട്രാ ഉള്ള പോലത്തെ ഒരു ഫീല്. എനിക്ക് പണികൾ ചെയ്യാനാണെങ്കിലും നല്ല എനർജി ആയിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ നല്ല പുലർച്ചയൊക്കെ എണീറ്റ് തന്നെ നിന്ന് പണിയെടുക്കുമ്പോഴത്തേക്കും എനിക്കൊരു അയ്യോ എന്തോന്നും പോലെ തോന്നും കേട്ടോ. പക്ഷേ ഇന്ന് അമ്മയുണ്ട്, എൻ്റെ ഒപ്പം അമ്മ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, തന്നെയാണ് എന്നുള്ള തോന്നലൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ നാളുകൾക്ക് ശേഷം ഭയങ്കര ഹാപ്പി ആയിട്ട് കുക്ക് ചെയ്ത ഒരു ദിവസം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ. പിന്നെ എല്ലാം ഇങ്ങനെ തലേ ദിവസം തന്നെ റെഡി മണിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എടുക്കുക വെക്കുക ഇത്ര പണി മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുക്കിങ്ങൊക്കെ ഫാസ്റ്റായിട്ട് തീർന്നു കേട്ടോ. ഞാനപ്പോൾ ആദ്യം അവിയലാണ് വെച്ചത്. അമ്മയുടെ ഇൻസ്ട്രക്ഷനിലാണ് വെച്ചത് കേട്ടോ, അമ്മ വയ്ക്കുന്ന രീതിയിൽ. പിന്നെ അമ്മ അവിടെ നിന്ന് സാമ്പാറിന് വറുത്തരയ്ക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഈ വറുത്തരയ്ക്കണതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി സാമ്പാർ പൗഡറും കൂടി ഇടുന്നു പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് വരുന്നൊക്കെയാണ് അമ്മ പറയുന്നത്. എന്നാൽ ശരി, അങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഇച്ചിരി ഉപ്പും കറിവേപ്പിലും വെളിച്ചെണ്ണയും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വച്ചു കേട്ടോ. ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് ആവാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് അതിനെ. അപ്പോൾ ഇത് അതിനൊരിക്കലും അരപ്പും തയ്യാറാക്കാണ്. തേങ്ങയും ജീരകവും ഒരു കഷ്ണം ഇഞ്ചിയും ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തു. അപ്പോൾ അവിയൽ ഇതേ മൂടി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കില്ല. ആ ഒരു ആവിയിലിരുന്ന് വേവിക്കാനാണ് നോക്കാറുള്ളത് കേട്ടോ. അപ്പോൾ തേങ്ങ കാണാൻ ഞാൻ ചെരുകി വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം. ഇതൊക്കെ പോരെ എന്ന് ചോദിക്കുകയായിരുന്നു. ഓരോരോ കറിയുടെ എണ്ണത്തിനനുസരിച്ച് ഒരു 2 തേങ്ങ അങ്ങനെ ചെരുക്കി എടുക്കുകയാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോഴത്തേക്കും അവിടെ സാമ്പാറിൻ്റെ പരിപ്പും മത്തങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനെന്നാൽ വേഗം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടാകുമ്പോൾ പെട്ടെന്ന് ഒറ്റ ആവിയിലങ്ങ് വേവിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് ഞാൻ എപ്പോഴും അത് തന്നെയാണ് ഗോതമ്പ് പുട്ടിന് ഉപയോഗിക്കാറുള്ളത്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം അത് ചെയ്യാൻ നിന്നു. അപ്പോഴത്തേക്കും കഷ്ണങ്ങൾ വെന്ത് വന്നപ്പോൾ അമ്മ തൈര് ചേർത്തു. ഞാനാണെങ്കിൽ പുട്ടുപൊടി നനച്ച് ഇതാ തേങ്ങയൊക്കെ ആഡ് ചെയ്യണം. ഞാൻ നല്ലോണം തേങ്ങ ചേർക്കും കേട്ടോ. എനിക്ക് അതാണ് ഇഷ്ടം. എനിക്ക് ആ തേങ്ങ ഇടയിൽ കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ നനച്ച് ഒരു സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും അവിയലിൻ്റെ അരപ്പൊക്കെ ചേർത്ത് റെഡി മണിയായിട്ട് വന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ട് ഞാൻ മൂടി വയ്ക്കുകയാണ് ചെയ്യുക. പക്ഷെ അമ്മ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിങ്ങനെ ഇളക്കി കൊടുക്കാൻ പറഞ്ഞു. ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കാനാണ് അമ്മയുടെ നിർദ്ദേശം കേട്ടോ. അപ്പോൾ എന്നാൽ ശരി, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിയൽ കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ അത് അവിയൽ റെഡി കേട്ടോ. അങ്ങനെ അത് അടച്ചു വെച്ചു. പിന്നെ ഇവിടെ കടലക്കറി അമ്മയാണ് വെച്ചത്. അമ്മയുടെ നാട്ടിൽ വെക്കുന്ന സ്റ്റൈലാണ്. അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല, അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കായും പയറും കൂടിയിട്ട് ഒരു ഉപ്പേരി വയ്ക്കാമെന്ന് വെച്ചു. ഉപ്പേരി എന്ന് വെച്ചാൽ മെഴുക്ക് പറ്റി കേട്ടോ. അപ്പോൾ അത് ഒറ്റ അടി അടിച്ചാൽ മതി എന്ന് അമ്മ പറഞ്ഞു. കായ ഇന്നലെ അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ പയർ ഇവിടെ നമ്മൾ മേടിച്ച ചിങ്ങലത്തെ മണി മാത്രമാണ് അമ്മ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇച്ചിരി മാത്രമേ എല്ലാ കറികളും വെക്കുന്നുള്ളൂ, ഒരു ദിവസം കൂട്ടാനുള്ള അത്രയും. അതാണ് ഞങ്ങളുടെ ഒരു കാൽക്കുലേഷനിലാണ് അങ്ങനെ ഞങ്ങൾ വെച്ചത്. അത് കറക്റ്റും ആയിരുന്നു. സാമ്പാറും ഉണ്ട്. അപ്പോഴത്തേക്ക് അമ്മ അരച്ച് ഒഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര സ്പീഡാണ് കേട്ടോ. ജെറ്റ് പോലെയാണ് എൻ്റെ അമ്മ പായുന്നത്. അത് ശരിയെന്ന് പറഞ്ഞിട്ട് ഞാനും വിട്ടു കൊടുക്കാൻ പോയില്ല. ഞാനും പുട്ട് പോലെ പുട്ടുണ്ടാക്കി എടുത്തു. അപ്പോഴത്തേക്ക് അമ്മ ഇഷ്ടൂൻ്റെ പണികൾ നോക്കായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്തരയ്ക്കണം. അപ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്കായ, കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ പെരിഞ്ജീരകം ലാസ്റ്റ് ചേർക്കുള്ളൂ. ഇതൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് വറുത്ത് അരയ്ക്കണം. അതാണ് ഇഷ്ടൂൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് എന്നാൽ പായസത്തിൻ്റെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് സൂരജ് പാലയുടെ എടുത്തിട്ടുണ്ട് കേട്ടോ. സൂരജ് പാലയുടെ അടിപൊളിയാണ് കേട്ടോ. പാലട നമുക്ക് കിട്ടും, ബാക്കി നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ എന്താ അരച്ച് ഇഷ്ടൂലേക്ക് ഒഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്രൗൺ കളറിൽ വരണം. ബ്രൗൺ എന്ന് വെച്ചാൽ വല്ലാണ്ട് ബ്രൗൺ അല്ല, ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്കാണ് ഇഷ്ടം വരേണ്ടത്. ഇച്ചിരി വെള്ളത്തോടു കൂടി ഇരുന്നാലും കൂടി കുറച്ച് കഴിയുമ്പോൾ അത് ഇങ്ങനെ കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് നീട്ടിയെടുക്കണം. ഞാനവിടെ പാലട വേവിക്കാനായിട്ട് ഓൾറെഡി വെച്ച് കഴുകിയിട്ട് വേണം വേവിക്കാൻ. ഇപ്പുറത്തെ കുക്കറിൽ ഞാൻ പാല് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 3 പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തത്. അതായത് 1.5 ലിറ്റർ എന്ന് നമുക്ക് പറയാം. അത്രയും പാല് ഞാൻ എടുത്തിട്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. 1/4 ഗ്ലാസ് വേണമെങ്കിൽ വെള്ളം ചേർക്കാം കേട്ടോ. ആ പാല് തിളയ്ക്കാൻ വെച്ചിട്ട് ഞാനവിടെ പപ്പടം കാച്ചാനായിട്ട് നിന്നു. പാല് തിളച്ച് പാട കെട്ടരുത് കേട്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ പായസത്തിനകത്തും ഈ പാട കെട്ടിപ്പോവും. അപ്പോൾ പപ്പടം കാച്ചുന്നുണ്ടെങ്കിൽ എൻ്റെ ശ്രദ്ധ മുഴുവൻ ആ പാലിലായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുത്തു. പകുതി മധുരം നമുക്ക് ഡയറക്റ്റ് പഞ്ചസാര ചേർക്കാം. അതിൻ്റെ ഇടയിൽ ചായ വെക്കുന്നുണ്ട്. പിന്നെ പകുതി മധുരം നമ്മളിങ്ങനെ കാരമലൈസ് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ കാരമലൈസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ശരത്തേട്ടനും അച്ഛനും പിക്കും ഒക്കെ ഇരുന്ന് ഇവിടെ പുട്ട് കഴിക്കൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്.
എടുക്കുന്നുണ്ട്. എല്ലാത്തരത്തേക്കും എനിക്കിങ്ങനെ വീഡിയോ ഓടി നടന്ന് എടുക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ കാണുന്നത് എടുക്കണു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും കണ്ടോ പഞ്ചസാര ഇവിടെ കാരമലായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് പായസത്തിൻ്റെ ഹൈലൈറ്റും അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. നമ്മളിപ്പോൾ കാരമലായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി ഇതിനെ ലൂസാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇത് കട്ട പിടിക്കാണ്ട് നമ്മൾ ലൂസാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ആ കാരമൽ ചെയ്ത സാധനം നമ്മൾ നേരെ ഈ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോഴാണ് ഈ ഒരു എന്താ പറയുക ആ ഒരു പാലടയുടെ പിങ്ക് കളറില്ലേ ആ കളർ കിട്ടുന്നത് കേട്ടോ. പാലട വേവിച്ച് വെള്ളം കൂറ്റി കളഞ്ഞതിന് ശേഷം കട്ടയില്ലാണ്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ തന്നെ പൊത്തിയിട്ടുണ്ടെങ്കിൽ അതേപോലെ പായസം കട്ട പിടിച്ച് കിടക്കും. അത് കാരണം കൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കണം. അപ്പോൾ അതൊരു സെറ്റാക്കി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടച്ച് സിമ്മിലാക്കിയതിന് ശേഷം 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കും. ആ സമയത്ത് ഞങ്ങളിവിടെ കുമ്പളങ്ങി വെച്ചിട്ട് ഒരു പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുമ്പളങ്ങിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇച്ചിരി ഉപ്പിട്ടിട്ട് ഒറ്റടി അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങയും കടുക് ഒരു 1/4 സ്പൂണ്, പച്ചമുളക്, തൈര് ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കുമ്പളങ്ങ പെട്ടെന്ന് വെവുമല്ലോ. അപ്പോൾ അത് വെന്ത് വന്നപ്പോഴത്തേക്കും അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് കടുക് താളിച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുമ്പളങ്ങ പച്ചടി റെഡി. ഇതുപോലെ തന്നെ ബീട്രൂട്ട് ഉണ്ടാക്കുക. അപ്പോൾ ആകുന്ന സാധനങ്ങൾ ഞങ്ങളിങ്ങനെ രണ്ട് പാത്രങ്ങളിലാക്കിയിട്ട് പകർത്തി വെച്ചു. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത കുളമായി പോവില്ലേ, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വളിച്ചൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു 1/4 മണിക്കൂർ പാലടേനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അടിപൊളി പിങ്ക് പാലട റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കൺസിസ്റ്റൻസി അങ്ങനെ ലൂസാക്കിയിട്ടോ അല്ലെങ്കിൽ തിക്കാക്കിയിട്ടോ ഇതിനെ വേണമെങ്കിൽ തിളപ്പിച്ച് വറ്റിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ പോയി കുളിച്ചു. എല്ലാവരും റെഡി ആയിട്ട് ഇരിപ്പാണ് കേട്ടോ ചോറിടാനായിട്ട്. അപ്പോൾ വാഴയിലൊക്കെ ശരത്തേട്ടൻ പോയിട്ട് ഇത് അപ്പുറത്തുനിന്ന് 2 വഴി അപ്പുറം നമുക്ക് ഒരു കുന്ന് വാഴ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നു. ചോറ് കൊടുക്കേണ്ട താമസമുള്ളൂ കേട്ടോ. പായസം റെഡി. പാലട പായസം എന്നല്ലോ വെച്ചത് നിങ്ങൾ കണ്ടല്ലോ. അത് റെഡി ആയിട്ടുണ്ട്. അതിങ്ങനെ 1 മണിക്കൂർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമല്ലോ. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് കളറായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ ഞാൻ ചോറ് വിളമ്പി കൊടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ടെന്താ പിന്നെ ചെറിയ കേക്കും കട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അകത്ത് ഭയങ്കര ബഹളമാണ്. ഞാൻ പറഞ്ഞ പോലെ ഒന്നും കേൾക്കില്ല. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും വോയിസ് ഓവർ കൊടുക്കുന്നത് ഇങ്ങനെ നിറച്ച് ആൾക്കാരുള്ള കാരണം കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും സൗണ്ട്. ഇനിയിപ്പോൾ എന്താ ചോറ് കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് വൈകുന്നേരം കേക്ക് കട്ടിങ്ങും അവൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കണം. എല്ലാവരും ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടെ. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും മിക്കവരും പുറത്തൊക്കെ പോവും. ഉള്ളാരെ വിളിക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഫുഡ് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ അമ്മ ഭയങ്കര ഫാസ്റ്റാണെന്ന്. ഞാൻ അവിടെ നിന്ന് തത്തത്തരികിട പറഞ്ഞു വരുമ്പോഴത്തേക്ക് അമ്മ എല്ലാ സാധനവും ഹാളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നിലത്തിരുന്നിട്ടാണ് കേട്ടോ പിറന്നാളിന് ഇലയിട്ടിട്ട് ഊണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും അമ്മ ഇവിടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവയിലും പപ്പടവും തോരനും ഉപ്പേരിയും സാമ്പാറും ഇഞ്ചും പൊടിയും അച്ചാറും എന്ന് വേണ്ട എല്ലാ ഐറ്റംസും കേട്ടോ റെഡി മണിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മുടെയൊക്കെ വീട്ടിൽ ഇലയിട്ടിട്ട് നാക്കലയിട്ടിട്ട് ഇങ്ങനെ കാർന്നോന്മാർക്ക് വിളമ്പ എന്നൊക്കെ പറയില്ലേ, അതേപോലെ വിളക്കൊക്കെ വെച്ച് ഒരു ഇലയിൽ സെപ്പറേറ്റ് ആയിട്ട് ഇടും കേട്ടോ. അത് വീട്ടിൽ ഞാൻ ചെറുപ്പം തൊട്ട് വളർന്നു വരുമ്പോഴേ കണ്ടു വന്നിട്ടുള്ള കാര്യമാണ്. ഞാനും പാലിക്കാറുണ്ട് കേട്ടോ. അപ്പം അമ്മ അങ്ങനെ നാക്കലൊക്കെ ഇട്ടിട്ട് എല്ലാം കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. ഇലയൊക്കെ തുടച്ച് വൃത്തിയാക്കി അതിലേക്ക് എല്ലാ കറികളും ഓരോന്നായിട്ട് അമ്മ വിളമ്പാണ്. അപ്പോൾ ആദ്യം ഇതിൽ വിളമ്പിയതിന് ശേഷമേ പിക്കുവിനെ ഇരുത്തിയിട്ട് വിളമ്പിയാൽ മതി എന്ന് അമ്മ പറഞ്ഞു കേട്ടോ. ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ആദ്യം ഇത് വിളമ്പെങ്കിലും ഇവരെല്ലാവരും ഇരുത്താറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇരുന്നു. ആദ്യം ആ ഇലയിൽ വിളമ്പിന് ശേഷം എല്ലാവരും ഇരുത്തി. അത് കഴിഞ്ഞ് ഞാനും അമ്മയും ശരത്തേട്ടനൊക്കെ കൂടിയിട്ടാണ് എല്ലാ കറികളും വിളമ്പുന്നത് കേട്ടോ. പിന്നെ ഞാൻ ശരത്തേനോട് പോയി ഇരുന്നോളാൻ പറഞ്ഞു കേട്ടോ. ശരത്തേൻ മറ്റുള്ളവരെ പോലെ അല്ല കേട്ടോ, എൻ്റെ കൂടെ എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇരുന്നോളം പറഞ്ഞപ്പോൾ പിന്നെ പോയി ഇരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ അവർ ഊണൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഫുഡ് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു. സാധാരണ ഞങ്ങൾ ഒറ്റയ്ക്കാണല്ലോ. ഇവർ പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഇവരിങ്ങനെ കഴിക്കാൻ ഇരിക്കുമെങ്കിലും ഒന്നും അങ്ങ് വായിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. ഒരാളെ എന്ത് കാണിച്ചോ അത് തന്നെ മറ്റാളും കോപ്പി ക്യാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കോപ്പി ചെയ്ത് അതുപോലെ തന്നെ ഇരിക്കണം. ഇവൾ കൈ മടക്കി വെച്ച് അവളും കൈ മടക്കി വയ്ക്കും, ഇവൾ കൈ അപ്പുറത്ത് വെച്ച് അവളും കൈ അപ്പുറത്ത് വയ്ക്കും. അങ്ങനെ ഇരിക്കലാണ്. കഴിക്കൽ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശരത്തേൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചിട്ട് വിളമ്പി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിക്കുമാൻ അപ്പോഴത്തേക്ക് ഊണൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. വേഗം ഉണ്ട് കഴിഞ്ഞിട്ട് അവന് പായസം കുടിക്കാനുള്ള ധൃതിയായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് പാലയുടെ പായസം. അപ്പോൾ അവനങ്ങനെ കഴിച്ചൊക്കെ എണീറ്റതിന് ശേഷം ഞാൻ പിക്കുമോൻ്റെ ഇലയിലിരുന്നു കേട്ടോ. ആരെങ്കിലും ഒരാൾ അവൻ്റെ ഇലയിലിരുന്ന് ഉണ്ണണമെന്ന് അമ്മ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ ഇലയിൽ തന്നെ ഇരുന്നു. ഞാൻ അവൻ്റെ അമ്മയല്ലേ. ശരത്തേൻ്റെ അപ്പോഴത്തേക്കും വിളക്കൊക്കെ കൊണ്ട്
പൂജ റൂമിൽ എടുത്തു വെച്ചു. പിന്നെ എനിക്ക് കറികളൊക്കെ വിളമ്പി തന്നു. പിന്നെ ശരത്തേട്ടനായിരുന്നു കേട്ടോ വിളമ്പാനായിട്ട് നിന്നിരുന്നത്. കുട്ടികൾക്കും എനിക്കും അമ്മയ്ക്കും എല്ലാവർക്കും കഴിയണ വരെ ശരത്തേട്ടൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിക്ക് മോനെ ഒരു ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പം അവന് നമ്മൾ ഓരോ ഏജിനനുസരിച്ച് സൈക്കിളുകൾ മേടിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് വാങ്ങിച്ചത്. ഇതൊക്കെ കൊണ്ട് വലിയ സൈക്കിളുകൾ കേട്ടോ. ഇപ്പോൾ അവന് 3 വർഷമായില്ലേ, ഇപ്പോൾ അവൻ 4th ആയില്ലേ. അപ്പോൾ ഇനി അവൻ്റെ സൈസ് ചേഞ്ചായി, ഹൈറ്റ് വെച്ചു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ അവന് കുറച്ചുകൂടി വലിയ സൈക്കിൾ വേണം. ഇനി ഒരു 3-4 കൊല്ലം ഓടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സൈക്കിൾ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ശരത്തനം കുറച്ച് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ഫയർഫോക്സിൻ്റെ സൈക്കിൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നു. അവിടെ ഫാൻറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡും അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവന് ഹൈറ്റ്, ഞാൻ നോക്കുമ്പോൾ ഇവന് ഇത് ഹൈറ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവർ സജസ്റ്റ് ചെയ്യുന്നത് ഇതാണ്. പിന്നെ നമ്മൾ ഫയർഫോക്സിൻ്റെ സൈക്കിളുകൾ നോക്കി. അപ്പോൾ ഇതവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് നമ്മൾ വിചാരിച്ചതിനെ കഴിഞ്ഞ് കുറച്ചും കൂടി 28 ആണ് സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് അവൻ അങ്ങോട്ട് ആയിട്ടില്ല. ഓടിക്കാമെങ്കിലും അവൻ വീഴാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു കേട്ടോ. ഫയർഫോക്സ് നല്ല കമ്പനിയാണ്, നല്ല ബ്രാൻഡഡ് സൈക്കിളാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ കളറും സൈസും അങ്ങ് ഒക്കാത്ത കാരണം കൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ ഡെക്കാത്തലോണിൽ പോയി. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ കുറേ ഉണ്ട് കേട്ടോ. കുറേ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് കൺഫ്യൂസ്ഡ് ആയിപ്പോവും. അവന് ഇഷ്ടം ആക്ച്വലി ഈ റോക്ക് റൈഡർ എന്ന് പറയുന്ന സൈക്കിളാണ്. ഇതാണ് അവൻ്റെ മനസ്സിൽ. കാരണം അവൻ്റെ 2-3 ഫ്രണ്ട്സിന് ഈ സൈക്കിളുണ്ട്, അവൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ ഓടിക്കുന്നത് കണ്ടിട്ടായിരിക്കും അവന് ഇതിനോടൊരു അട്രാക്ഷൻ വന്നത് കേട്ടോ. ഇവിടെ നമ്മൾ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര വലുതായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ 28, 30 ഒക്കെയാണ് സൈസ്. ഇത് ഭയങ്കര വലുതാണ് കുട്ടിക്ക്. അപ്പോൾ പിക്കു ഈ ഒരു സൈക്കിൾ നോക്കി. ഇത് റോക്ക് റൈഡർ തന്നെ, അവനെ കഴിഞ്ഞ് ഇച്ചിരി വലുതാണ്, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കളർ എനിക്ക് അത്ര പിടിച്ചില്ല കേട്ടോ. ഞാൻ ആ സമയം കൊണ്ട് ഇതൊന്ന് നടക്കാൻ പോണ കേസല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറെ എന്തൊക്കെയുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കായിരുന്നു. 99 റുപ്പീസിനൊക്കെ ബോട്ടിൽസ്, ഷൂ, പിന്നെ ഫുട്ബോൾ, അങ്ങനെ പിന്നെ ബാസ്കറ്റ് ബോൾ, ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഈ ഡെക്കാത്തലോണിൽ. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തിട്ട് ഇതിനേക്കഴിഞ്ഞ് വലുതുണ്ട് ഹെന്നൂർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് വരുവാണ് കേട്ടോ. ആ കടയിലുള്ളവർ തന്നെയാണ് പറഞ്ഞത് ഇത് കുറച്ചുകൂടി വലിയ ഡെക്കാത്തലോണാണ്, വലിയ സൈസിലുള്ളതാണ്, ഒരുപാട് കളക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും കളർ കോമ്പിനേഷൻസ് ഇതിനകത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടേക്ക് വന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ റോക്ക് റൈഡർ കുറേ ഉണ്ട്. അവരും സജസ്റ്റ് ചെയ്തത് 24 ആയിരുന്നു കേട്ടോ സൈസ്. പക്ഷേ ഇവനെ 24 ഞാൻ നോക്കുമ്പോൾ സൈസ് ചെറുതാണ്. പിന്നെ ഇതിലാകെ 3-4 കളേഴ്സാണ് ഇതിൽ കാണിച്ചത്. അതും ഗിയറാണ്, 21 ഗിയറൊക്കെയാണ് കാണിക്കുന്നത്. പിക്കു അത്രയും വലുതായിട്ടൊന്നുമില്ല കണ്ടോ. ഇത് അവൻ സൈക്കിൾ ചവിട്ടുന്നുണ്ട്. ഇത് 7 ഗിയറിൻ്റെ ആണെന്ന് തോന്നുന്നു. അവൻ ഓടിച്ച് നോക്കിയിട്ട് അവൻ്റെ മനസ്സിൽ ആക്ച്വലി റോക്ക് റൈഡറാണ് ഇരിക്കുന്നത്. അത് കാരണം കൊണ്ട് അവന് വേറെ ഏത് കാണിച്ചു കൊടുത്താലും പിടിക്കുന്നില്ല. പിന്നെ ഇത് ഗിയറായിട്ടുള്ള സൈക്കിളാണ് കേട്ടോ. ഗിയറായിട്ടുള്ള സൈക്കിളിന് എപ്പോഴും കംപ്ലൈൻറ്റ് വരും എന്നൊക്കെ അവിടെ ഒരു മലയാളി ചെറുക്കനുണ്ടായിരുന്നുണ്ട് ഈ ഡെക്കാത്തലോണിൽ. അവൻ തന്നെ പറയുന്നുണ്ട് ചേച്ചി ഇതൊന്നും ഇപ്പോൾ അവന് വാങ്ങിച്ചു കൊടുക്കണ്ടെന്ന്. അപ്പോൾ അവൻ എന്നാലും സൈക്കിൾ ഓടിച്ചൊക്കെ നോക്കിയിട്ട് എനിക്ക് ഈ കളർ ആക്ച്വലി ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ നോക്കിയ 7 ഗിയറിൽ വൈറ്റാണ് ഇവൻ്റെ ഹൈറ്റിന് പറ്റിയതുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വൈറ്റ് ദൈവത്തെ ഓർത്ത് വൈറ്റ് വാങ്ങിക്കരുതെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനൊരു തീരുമാനമായപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും അവൻ്റെ മെയിൻ സാധനം ഫുട്ബോളാണ്. ഫുട്ബോൾ കണ്ട വശം സൈക്കിളും വേണ്ട ഒന്നും വേണ്ടാന്ന് പറഞ്ഞത് അത് അവിടെ ഇട്ടിട്ട് ഫുട്ബോളിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. പിന്നെ ഫുട്ബോളിൻ്റെ പിന്നാലെയായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു എന്താണെങ്കിലും നമുക്ക് വേറെ 1-2 ഷോപ്പിൽ കൂടി കയറി നോക്കാമെന്ന്. അതും പറഞ്ഞ് നമ്മളവന് ഫുട്ബോൾ വാങ്ങിച്ചു കൊടുത്തു. അതുപോലെ ഫുട്ബോൾ കളിക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ബൂട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അതും കൂടി ഒരെണ്ണം മേടിച്ചു കൊടുത്തോട്ടെ. ഞാൻ ബൂട്ട് മുന്നേ തപ്പിയിട്ടുണ്ടെങ്കിലും റെഡ്, വൈറ്റ് ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ദൈവത്തെ ഓർത്ത് അതൊന്നും വാങ്ങിക്കരുത്, ചെളി പിടിപ്പിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പം അതാ ബ്ലാക്ക് കണ്ടപ്പോൾ അവന് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ആൾ ഹാപ്പി ആയിട്ടോ. ഡെക്കാത്തലോണിൽ നമ്മൾ ഗിയർ ഇല്ലാത്ത സൈക്കിൾ നോക്കിയപ്പോഴത്തേക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മുടെ മനസ്സിൽ ചില ബ്രാൻഡുകളുണ്ട്, അത് വാങ്ങിക്കാമെന്നാണ് ശരത്തേട്ടൻ പറയുന്നത് കേട്ടോ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മൾ സൈക്കിളിൻ്റെ മോഹം ഉപേക്ഷിച്ചു, 1-2 ഷോപ്പിലും കൂടി പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഡെക്കാത്തലോണിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും 5:45-6 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 1/4 മണിക്കൂറുണ്ട് നമ്മുടെ വീട്ടിലേക്ക്. പോകുന്ന വഴി നമ്മൾ കേക്ക് വാങ്ങിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനും മാംഗോ ശരത്തേൻ്റെ പോലെ തന്നെയാണ്, ശരത്തേൻ്റെ കോപ്പിയാണ് കേട്ടോ അവൻ. അപ്പോൾ ഇവനും മാംഗോ കേക്ക് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആൾ എഴുതിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, നേരം കൊണ്ടാണ് എഴുതിപ്പിച്ചത്. ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും 6:30 ആവാറായിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇഷ്ടംപോലെ കേക്കുകളുണ്ട്. വീക്കെൻഡ് ആകുമ്പോൾ
ആകുമ്പോഴത്തേക്കും ഇങ്ങനെയാണ്, ഇഷ്ടം പോലെ കേക്കുകൾ ഉണ്ടായിരിക്കും, എല്ലാം ചിലവാവുകയും ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കണം. എനിക്ക് വീട്ടിലുണ്ടാക്കുന്നതല്ല, പുറത്ത് പോയി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കാണുമ്പോഴത്തേക്കും എനിക്ക് എന്തോ അവിടെ എത്തുമ്പോൾ മാത്രം എനിക്ക് ഭയങ്കര ഒരു ത്വരയാണ് കേട്ടോ ഇത് പഠിക്കണം എന്നുള്ളത്. അപ്പം ഇതൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ സമയത്ത് ഞാൻ വെറുതെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ. ഇവിടുത്തെ ഫേസ് കേക്കിലത്തെയാണ് ഏറ്റവും നല്ല കേക്ക് കേട്ടോ. ഞങ്ങൾ എപ്പോഴും ഇവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിക്കുവിൻ്റെ കേക്ക് ഇതായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ യഷ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട്. അപ്പോൾ അതാ കുട്ടികളൊക്കെ അപ്പുറത്തുനിന്നൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഇവൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സിനെയാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊന്നും വന്നിട്ടൊന്നുമില്ല. കുറേ പേരൊക്കെ ഇങ്ങനെ വെളിയിലൊക്കെ പോകുന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഒരു 5-8 ആൾ എല്ലാ കുട്ടികളും കൂടി നമ്പർ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കേക്കും കൊണ്ട് വന്നതിൻ്റെ പിന്നാലെ അവരും വന്നു. അപ്പോൾ എനിക്ക് ഡ്രസ്സ് മാറാൻ ഒന്നിനും സമയം കിട്ടിയില്ലായിരുന്നു. ഞാൻ ഡ്രസ്സൊക്കെ മാറണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നതായിരുന്നു കേട്ടോ. എല്ലാവരും നിന്നോ? അമ്മ ഞാനങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ചിപ്സും ജ്യൂസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവർക്കും കഴിക്കാനായിട്ട് കൊടുത്തിട്ടു. അപ്പോഴാണ് സൈക്കിളിൻ്റെ ചർച്ച വന്നത്. നമുക്ക് മൂന്നാക്കുണ്ട് റോക്ക് റൈഡ്. എനിക്ക് നിങ്ങള് വലിയ പിള്ളേരല്ല, ഇത്ര ആയിട്ടില്ലല്ലോ. And if we raise rock ride automatically learn to do stunts and I don't think so. In that decathlon, no, the floor is very smooth. You can ride it very fastly. You can do without cream or with cream. Without. There are colors in the white. White ഉണ്ട് ചെടി. ഞാൻ അത് ശരിയാക്കാൻ വേണ്ടിട്ട് 6000 രൂപ കൊടുത്തു. അതന്നെ നമ്മൾ പറഞ്ഞ ആ സൈക്കിൾ വാങ്ങണ കാശ് ആകും. പക്ഷെ ഫ്രിക്ഷൻ അവനാവട്ടെ, അവന് ഫ്രിക്ഷൻ പഠിക്കാൻ ഇച്ചിരി വലുതാവട്ടെ. ഫ്രിക്ഷൻ ഡൗൺ ഫ്രണ്ട് വൺ മോർ ടാസ്ക്. അവൻ ചിലപ്പോ ബാക്ക് ഗിയർ എപ്പോ രണ്ടു സൈഡും ഗിയർ ഉണ്ടോ ഇവൻ അവിടെ തന്നെ ഇറങ്ങാൻ നോക്കുമ്പോ വീരാൻ പോയി. അങ്ങനെ അവൻ്റെ കൂട്ടുകാരൊത്തുള്ള നീണ്ട ചർച്ചയ്ക്ക് ശേഷം റോക്ക് റൈഡർ വാങ്ങണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. അവൻ അത്രയും വലുതായിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വേറെ കടയിൽ പോയി നോക്കാമെന്ന് അവരോടും പറഞ്ഞു. ബൈ പറഞ്ഞ അവരോട്, താങ്ക് യു പറഞ്ഞ വന്നേനെ. താങ്ക്സ് ഫോർ കമ്മിങ്. Bye. See you tomorrow. See you tomorrow. അങ്ങനെ കുട്ടികൾ ഇറങ്ങിയതു ഞങ്ങൾ ഓരോ പിടി വെച്ച് ഓരോ വാരി ഉണ്ടിട്ട് സിനിമ കാണാനായിട്ട് പോവാണ്. 8:45 സിനിമ കേട്ടോ. ഞങ്ങൾ എത്ര ഓടിയിട്ടാണെന്നറിയാം ഇതൊന്ന് നടന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിയേറ്ററിൽ കറക്റ്റ് സമയത്ത് എത്തത്തേ ഇല്ലായിരുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം അത്രയും കൈ പിടിച്ചിട്ടായിരുന്നു കേട്ടോ. ഓരോ മിനിറ്റ് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറയില്ല, അതേമാതിരിയായിരുന്നു. ഇവർ എൻ്റെ മടിയിൽ കയറിയിരുന്നപ്പോൾ പറയുന്നത് ആൻറ്റീൻ്റെ മടിയിലിരിക്കുമ്പോൾ ഉറക്കം വരുന്നു എന്ന്. 2 പേർക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു തിയേറ്ററിൽ എത്തുമ്പോൾ ഞാൻ വിളിക്കാൻ ഉറങ്ങിക്കോന്ന് കേട്ടോ. ആകെ വേഗം എത്തും കേട്ടോ, നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോവാണ് കേട്ടോ. അച്ഛനമ്മയും വന്നിട്ട് പുറത്ത് പോകാൻ ഒന്നിനും സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ശരത്തേൻ്റെ ജോലിക്കും പോകണല്ലോ, അത് കാരണം കൊണ്ട് പിന്നെ ഇവർക്ക് സ്കൂളും ഉണ്ട്, അതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് കേട്ടോ പോകാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഇപ്പോൾ ഒരു സിനിമയ്ക്ക് പോവാം രാത്രി എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്തതാണ്. ആക്ച്വലി സൈക്കിൾ വാങ്ങാൻ പോയിട്ട് കുറേ സമയം അതിന് വേണ്ടിയിട്ട് പിന്നാലെ നടന്ന് പല പല കടയിൽ കയറി ഇറങ്ങി സമയം പോയത് അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് കേട്ടോ.
എന്താണെങ്കിലും സൈക്കിളിട്ട് വാങ്ങിയില്ല, ചർച്ചകൾ നടന്നത് മാത്രം മിച്ചം. എന്തായാലും സൈക്കിൾ വാങ്ങിക്കണം, 1-2 ഷോപ്പിലും കൂടി, നമ്മുടെ അടുത്തുള്ള ഷോപ്പിലും കൂടി പോയി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ശരത്തേട്ടൻ. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിനകത്തേക്ക് എത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും പിള്ളേരെ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും അവർ എണീറ്റ് കേട്ടോ. അവർക്ക് ഉറക്കമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അന്നേരത്തേക്ക് നല്ല തിരക്കായിരുന്നു. വീക്കെൻഡ് ഇങ്ങനെ തന്നെയാണ്, അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്ത സിനിമയാണ് കേട്ടോ ഞങ്ങൾ കാണാൻ പോണത്. തനിക്കുട്ടീനെയും ജാനിക്കുട്ടീനെയും അവിടെ നിർത്തിയിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തു കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും വന്നതല്ലേന്ന് വെച്ചാൽ വേറെ മലയാളം പടമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത് ബുക്ക് ചെയ്തത്. പേരെന്താണെന്നറിയോ? പാരഡൈസ്. അത് കാണാനായിട്ടാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ പിക്കുവിൻ്റെ പിറന്നാൾ ദിവസം ഡേ ഇവിടെ അവസാനിക്കുകയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു, എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.